മാജിക്കിൽ എൽ.ഐ.സി പ്രീമിയം ഡെപ്പോസിറ്റ് എൻട്രി എങ്ങനെ നൽകാമെന്ന് വീഡിയോയിൽ ഞങ്ങൾ വിശദീകരിക്കുന്നു. ഏതെങ്കിലും എൽ.ഐ.സി പോളിസിക്ക് നിങ്ങൾക്ക് പ്രീമിയം നിക്ഷേപിക്കേണ്ടതുണ്ടെങ്കിൽ ആദ്യം എൽ.ഐ.സി ടാബിലേക്ക് പോകുക. ന്യൂ ഡാറ്റ എൻട്രിക്ക് കീഴിൽ പ്രീമിയം ഡെപ്പോസിറ്റ് എൻട്രി മെനുവിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഡെപ്പോസിറ്റ് എൻട്രിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്ത മുൻ പോളിസിയുടെ പ്രീമിയം ഡെപ്പോസിറ്റ് എൻട്രിയുടെ വിശദാംശ ടാബിൽ വരും. ഇപ്പോൾ ഒരു പുതിയ പ്രീമിയം ഡെപ്പോസിറ്റ് എൻട്രി ചേർക്കാൻ ഞങ്ങൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ സ്ഥാപിച്ചു. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ഡെപ്പോസിറ്റ് എൻട്രി ചേർക്കുന്നതിനുള്ള ഒരു ഫോം തുറക്കും. അടിസ്ഥാന വിശദാംശങ്ങളിൽ പോളിസി നമ്പർ നൽകാനുള്ള വ്യവസ്ഥയുണ്ട്. സുരേഷ് സാഠേയ്ക്കായി ഞാൻ സൃഷ്ടിച്ച പോളിസിയുടെ പോളിസി നമ്പർ ഞാൻ നൽകുകയും ആ പോളിസി തിരഞ്ഞെടുക്കുകയും ചെയ്യും. പോളിസി തിരഞ്ഞെടുത്ത ശേഷം 2026 ഏപ്രിൽ 24 പ്രീമിയം നിക്ഷേപം അടയ്ക്കേണ്ട തീയതി എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനാൽ അവസാന തീയതി ഏപ്രിൽ 24 ആണ്. ഞാൻ ഇന്ന് പ്രീമിയം അടയ്ക്കാൻ പോകുന്നു. അതിനാൽ എന്റെ പ്രീമിയം അടയ്ക്കൽ തീയതി ഇവിടെ കാണിച്ചിരിക്കുന്നു. നിങ്ങൾ മറ്റൊരു ദിവസത്തെ പ്രീമിയം തീയതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾക്ക് തീയതി തിരഞ്ഞെടുക്കുന്നയാളിൽ ക്ലിക്ക് ചെയ്യാം. തൽക്കാലം ഞാൻ ഇന്നത്തെ തീയതി എടുക്കും. അടുത്തതായി ആ പോളിസിയുടെ മൊത്തം പ്രീമിയം ഏകദേശം 44,834 രൂപയായി കാണിക്കുന്നു. നിലവിൽ എൽ.ഐ.സി ഒരു പോളിസിക്കും ജി.എസ്.ടി ഈടാക്കുന്നില്ല. അതിനാൽ പ്രീമിയത്തിന്റെ ജി.എസ്.ടി ഇവിടെ 0 സജ്ജീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ സമയത്തിനുള്ളിൽ പണമടയ്ക്കുന്നു. അതിനാൽ ലേറ്റ് ഫീസ് ഇല്ല. വൈകിയുള്ള ഫീസ് 0-ഉം ജി.എസ്.ടിയും 0-ഉമാണ്. അതിനാൽ മൊത്തം യഥാർത്ഥ പ്രീമിയം തുക കാണിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ പണമടയ്ക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ചുവടെയുണ്ട്. ചെക്ക്, ക്യാഷ്, എ.പി.എസ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ്. നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുന്ന പേയ്മെന്റ് രീതിയും അതിന്റെ വിശദാംശങ്ങളും അതിനടുത്തായി നൽകാം. തൽക്കാലം ഞാൻ പണമായി അടയ്ക്കുന്നു. അതിനാൽ ഞാൻ വിശദാംശങ്ങളൊന്നും നൽകില്ല. ക്യാഷ് പേയ്മെന്റ് ചെയ്തു എന്ന് മാത്രമേ ഞാൻ എഴുതുകയുള്ളൂ. നിങ്ങൾ ഒരു ചെക്ക് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് നമ്പർ നൽകാനും കഴിയും. അതിനാൽ നിങ്ങൾ അത് രേഖകളിൽ രേഖപ്പെടുത്തുകയും ഈ ഉൽപ്പന്ന പ്രീമിയത്തിൽ ഈ ചെക്ക് വഴിയാണ് പേയ്മെന്റ് നടത്തിയതെന്ന് ട്രാക്ക് ചെയ്യുകയും ചെയ്യും. ശരി, വലതുവശത്ത്. ഇവിടെ വലതുവശത്ത് ഞങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ ബേസിക് പോളിസി വിശദാംശങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ലൈഫ് ഇൻഷുറൻസിന്റെ മുഴുവൻ പേര് എന്താണ്? അവർ ഏത് ഗ്രൂപ്പ് കോഡുകളിൽ പെടുന്നു? പിന്നെ എന്താണ് അവർ പ്ലാൻ ചെയ്തത്? ഏത് പ്രീമിയം പേയ്മെന്റ് രീതിയാണ് ഉപയോഗിക്കുന്നത്? അവർ എന്ത് നിബന്ധനകളാണ് സ്വീകരിച്ചത്? ഇൻഷ്വർ ചെയ്ത തുക എത്രയാണ്? ഈ അടിസ്ഥാന വിശദാംശങ്ങളെല്ലാം നമ്മൾ കാണിച്ചുതന്നു. ഏത് ഏജൻസിക്ക് കീഴിലാണ് നയം? ഇതെല്ലാം നൽകിയ ശേഷം നമ്മൾ ഇവിടെ സേവ് ബട്ടൺ അമർത്തി. നിങ്ങൾ സേവ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രീമിയം ഡെപ്പോസിറ്റ് എൻട്രി ഇവിടെ സേവ് ചെയ്യപ്പെടും. സേവ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോം ക്ലിയർ ആകുകയും പ്രീമിയം ഡെപ്പോസിറ്റ് എൻട്രി സേവ് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ ഒരു പുതിയ പ്രീമിയം നിക്ഷേപിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുമുള്ള സന്ദേശം നിങ്ങൾക്ക് ലഭിക്കും. നിലവിൽ ഞാൻ ഒരു പുതിയ പ്രീമിയം ഡെപ്പോസിറ്റ് എൻട്രിയും നടത്താൻ പോകുന്നില്ലെങ്കിൽ ഇവിടെ എനിക്ക് ബാക്ക് ബട്ടൺ ഉണ്ട്. ഞാൻ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പഴയ ടാബുലാർ വ്യൂ ഫോം വീണ്ടും തുറക്കും. ഇത് തുറക്കുമ്പോൾ ഞങ്ങൾ നടത്തിയ പ്രീമിയം ഡെപ്പോസിറ്റ് എൻട്രി ലിസ്റ്റിംഗിൽ പ്രത്യക്ഷപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ആവശ്യമെങ്കിൽ ഈ 3 ഡോട്ടുകൾ ടാപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനോ ഇല്ലാതാക്കാനോ കഴിയും. തൽക്കാലം നമ്മൾ ഇത് എഡിറ്റ് മോഡിൽ തുറക്കും. ഞങ്ങൾ ഇവിടെ പൂരിപ്പിച്ച വിശദാംശങ്ങൾ ശരിയാണോ അതോ എന്തെങ്കിലും മാറ്റം ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ. ഇവിടെ ഞങ്ങൾക്ക് പ്രീമിയം തീയതി 2026 ആയിരുന്നു. ഞങ്ങൾ ഏപ്രിൽ 21 പണമടച്ചു. 44,834 രൂപയ്ക്ക് ഞങ്ങൾ പണമായി അടയ്ക്കുകയും പേയ്മെന്റ് വിശദാംശങ്ങൾ പൂരിപ്പിക്കുകയും ചെയ്തു.
ഇതെല്ലാം പരിശോധിച്ച ശേഷം എന്റെ വിശദാംശങ്ങൾ ശരിയാണെന്നും ഞാൻ നൽകിയ എൻട്രി ശരിയാണെന്നും അതിനാൽ നമുക്ക് അത് സംരക്ഷിക്കാൻ കഴിയുമെന്നും ഞാൻ നിഗമനത്തിലെത്തി. നിങ്ങൾ എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും സേവ് ചെയ്യാം. അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തിരികെ പോകുമ്പോൾ ടാബുലാർ വ്യൂ ഫോം വീണ്ടും തുറക്കും. അതിനാൽ ഇതായിരുന്നു അടിസ്ഥാന പ്രീമിയം ഡെപ്പോസിറ്റ് എൻട്രി. ഇത് പ്രോസസ്സ് ചെയ്യുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നത് ഈ വീഡിയോയിൽ നമ്മൾ കണ്ട കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വിവരദായകമാണെന്ന് തോന്നുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദിയും പറഞ്ഞു.